ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ സെബാസ്റ്റ്യൻ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഇന്നത്തെ ദിവസം ഞങ്ങളെന്ന് ഉദ്ദേശിച്ച് ഞാനും എൻ്റെ ഫ്രണ്ട്സും ഒക്കെ ഫാമിലി എല്ലാവരും ഉണ്ട്. ഞങ്ങളെല്ലാവരും കൂടി ഇന്നത്തെ യാത്ര എന്നൊന്നും പറയാൻ പറ്റില്ല. ഞങ്ങളുടെ വീടിനടുത്ത് തന്നെ ഒരു കുഞ്ഞ് ഫാം വിസിറ്റ് ചെയ്യാനുള്ള ഒരു പോക്കാണ്. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അവിടെ ഇപ്പോൾ കുറച്ച് ഫ്രൂട്ട്സിൻ്റെയൊക്കെ ഒരു സീസണാണ്. ഫാം ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഷട്ട് ഡൗൺ ചെയ്തിരിക്കുമായിരുന്നു, വീണ്ടും ഓപ്പൺ ചെയ്തു. അപ്പോൾ ഞങ്ങൾ ഇന്ന് അതിൻ്റെ വിശേഷങ്ങളാണ് നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത്. അപ്പം എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണണം. താങ്ക് യു ഫോർ ഓൾ യുവർ സപ്പോർട്ട്. ഇന്ന് ഞങ്ങളങ്ങനെ സ്ട്രോബെറി പറിക്കാനായിട്ട് ഞങ്ങളുടെ തൊട്ടടുത്തുള്ളൊരു ഫാമിൽ വന്നതാണ്. കുറേ എണ്ണങ്ങളുണ്ട് എൻ്റെ അവിടെ നോക്കി. എല്ലാം കൂടെ സ്ട്രോബെറി ഇത് പറിച്ച് ഇപ്പം തന്നെ തീർക്കും തോന്നുന്നു. അപ്പോൾ അതിൻ്റെ കാഴ്ചകളൊക്കെയാണ് നമ്മളിന്ന് കാണുന്നത്. UK ജൂൺ ജൂലൈ മാസത്തിലാണ് നമുക്ക് ഈ സ്ട്രോബെറിയൊക്കെ വിളവെടുക്കാൻ കഴിയുന്നത്. അതാണ്ട് ആ ഒരു സമയത്താണ് അതിൻ്റെ ഫ്രൂട്ട്സൊക്കെ പാകമാകുന്ന ആ ഒരു സമയം. അങ്ങനെ ഇന്ന് ഞങ്ങൾ വിളവെടുപ്പിനായി ഇറങ്ങിയേക്കുവാണ്. ഞാൻ മാത്രമല്ല കേട്ടോ, എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ഉണ്ട്. ഞങ്ങളിന്ന് വിളവെടുത്തിട്ടേ പോകുന്നുള്ളൂ. എന്നാ പറയുക, പുതിയൊരു പരീക്ഷണമായിട്ടാണ് നമ്മുടെ ഫാമിൻ്റെ ഓണേഴ്സ് ഇറങ്ങിയേക്കുന്നത്. 3 പൗണ്ട് എൻഡോർഫിൻസ് വെച്ചിട്ട് നമുക്ക് സ്ട്രോബെറി ഫീൽഡിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ നമുക്ക് ടേസ്റ്റ് ചെയ്യാം, കഴിക്കാം എന്നൊക്കെ അവർ പറയുന്നുണ്ട്. കൂടെ നമുക്കൊരു പേപ്പർ ഗ്ലാസ്സാണ് അവർ തന്നിരിക്കുന്നത്. ആ ഒരു ഗ്ലാസ് നിറയെ സാധനം നമുക്ക് പറിച്ചു കൊണ്ടുപോകാം. ഏതാണ്ട് ഇവിടുത്തെ സ്ട്രോബെറിയുടെ വലിപ്പം അനുസരിച്ച് ഒരു 10 അല്ലെങ്കിൽ ഒരു 8-10 ഒക്കെ പറിച്ചതിൻ്റെ അത് ഇടുമ്പോൾ തന്നെ ആ ഗ്ലാസ് നിറയും. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ ഗ്ലാസ്. അങ്ങനെ നമ്മൾ ഇഷ്ടം പോലെ അതിൻ്റെ അകത്ത് പറിക്കാം, ബാക്കി ആവശ്യത്തിന് കഴിക്കാം എന്നുള്ള തീരുമാനത്തിലാണ് ഞങ്ങളെല്ലാവരും. ഒരു രക്ഷയില്ല കേട്ടോ, എല്ലാവരും ഭയങ്കര എക്സൈറ്റഡാണ്. എന്ത് പറയാനാ, ഞങ്ങൾ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും അവിടെ ഞങ്ങൾക്ക് വില്ലൻ മഴയാണ്. ആ മഴ ഇതാ ഇവിടെ വീണ്ടും എത്തിയിരിക്കുന്നു. എന്ത് പറഞ്ഞാൽ ഒരു കാര്യമില്ല, മഴ ഞങ്ങളെ കേൾക്കാറില്ല. അത് അതിൻ്റെ ഇഷ്ടത്തിന് പെയ്ത് പോകാറേ ഉള്ളൂ. എന്തായാലും മഴ പെയ്തപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ ഓടി. അവിടെ ഒരു ഷെഡുണ്ട്, ആ ഷെഡിൽ കയറി നിന്ന് കുറച്ച് നേരം ക്വസ്റ്റ്യനേഷനൊക്കെ പറഞ്ഞിങ്ങനെ ഇരുന്ന്, പിന്നെ മഴ മാറിയപ്പോൾ ഞങ്ങൾ വീണ്ടും സ്ട്രോബെറി പറിക്കാനായിട്ട് വീണ്ടും പുറത്തിറങ്ങി. അങ്ങനെ ഞങ്ങൾ മഴയെ പേടിച്ച് ഞങ്ങൾ സ്ട്രോബെറി പറിക്കാതെ പോകുന്നൊന്നും വിചാരിക്കണ്ട, ഞങ്ങൾ പറിച്ചിട്ടേ പോകുന്നുള്ളൂ. മഴ ഏതാണ്ട് ഒരു 3-4 മിനിറ്റ് നേരത്തേക്ക് മഴ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും സ്ട്രോബെറി പറിക്കാനായിട്ട് ഇറങ്ങിക്കുന്നത്. എന്താ പറയുക, ഇങ്ങനെ ഒരുപാട് റോയിൽ ഇഷ്ടം പോലെ സ്ട്രോബെറികൾ ഇങ്ങനെ പഴുത്ത് നിൽക്കുകയാണ്. ഇത് എവിടുന്ന് പറിക്കണം, എവിടുന്ന് തുടങ്ങണം, ഒന്നും മനസ്സിലാവുന്നില്ല. സംഭവം എല്ലായിടത്തും ഇഷ്ടംപോലെ സ്ട്രോബെറി പഴുത്ത് നിൽക്കുന്നു. കാണുമ്പോൾ തന്നെ ഒരു രസം. ഞാൻ വലിയ സ്ട്രോബെറി പ്രിയനൊന്നും അല്ലായിരുന്നു, പക്ഷേ ഇപ്പോൾ കുറേ നാളായിട്ട് ഞാൻ സ്ട്രോബെറി കഴിക്കാറുണ്ട്, എനിക്കിഷ്ടമാണ്. സംഭവം കൊള്ളാം, ക്ലാസ്സാണ്. നല്ല ഫ്രഷ് ആയിട്ടുള്ള സ്ട്രോബെറി കഴിക്കുമ്പോൾ ഒരു പ്രത്യേക സുഖം. നല്ല മധുരമുണ്ട് കേട്ടോ, നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, നല്ല മധുരമുള്ള സ്ട്രോബെറീസാണ്. ഒരു പ്രത്യേക രീതിയിലാണ് ഇത് നട്ടേക്കുന്നത്, കണ്ടില്ലേ? ഒരു തട്ടടിച്ചിട്ട്, ഇരുമ്പിൻ്റെ തട്ടാണ്, ആ തട്ടയിലാണ് ഗ്രോ ബാഗ് നിറച്ച് അതിൻ്റെ അകത്താണ് അവർ കൃഷി ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഇടയിലൊക്കെ നമുക്കിങ്ങനെ പൈപ്പുകൾ കാണാം, ചെറിയ ചെറിയ കോയില് പോലെ. അതെല്ലാം അവരുടെ ഇറിഗേഷൻ സംവിധാനങ്ങളാണ്. ഒരു പ്രത്യേക രീതിയിലുള്ള കൃഷി നമ്മുടെ നാട്ടിൽ നമുക്ക് വേണമെങ്കിൽ അനുകരിക്കാമായിരിക്കാം. ഇതിൻ്റെ ഉള്ളിലുണ്ടല്ലോ, ഇത് മാറ്റിയിട്ട് നോക്കണം, എന്തേലും ഇരിക്കുന്ന പഴുത്ത്. അവിടെ ഉണ്ടോ? അല്ല, അവിടെ ഇവിടെ എങ്ങോട്ടേ ഉള്ളൂ, അവിടെ ഉള്ളു. ആ, നേരോട്ടില്ല, ഞാൻ പോയിട്ട് വന്നേ. സെറ്റ് താനും. അതിൻ്റെ ഉള്ളിൽ നിന്ന് കുറേ പറിച്ച് തീർന്നു. എൻ്റെ പെട്ടിക്ക് അതൊന്നും കയറിയിട്ടില്ല. ഒരുപാട് പറിച്ച് കൂട്ടണ്ട, ഇതൊക്കെ എന്നാ കാണിക്കാനാ. ഇനി ഇതിനിടയിലെ കുറച്ച് രസകരമായ ഫണ്ണി മൂമെൻറ്റ്സ് നമുക്ക് കാണാം. അടിപൊളിയായിരുന്നു കേട്ടോ, എല്ലാവരും കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് നല്ല രസമായിരുന്നു. ഞങ്ങൾ ഒരുപാട് എൻജോയ് ചെയ്തു. എനിക്ക് കൈ പിടിക്കാൻ പച്ച
അത് തിന്നു. എന്നോട് മീൻ വെട്ടി, ഞാൻ പറഞ്ഞു നീ ഛർദ്ദിച്ചിട്ട് എനിക്ക് എഴുന്നേറ്റ് വയ്യ. ഒരുപാട് കണ്ണടക്കാണ്ട് മീനും മേടിച്ചു വന്ന എന്നോട് ആ വീഡിയോ ഇട്ടത് എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് വായും പൊളിച്ചു. സംഘടന അറിയാം, അതിന്റെ ഇപ്പുറത്ത് ഇവൻ നീ കിടന്നിറങ്ങുന്നുണ്ട്, നിന്നെ ആരും ട്രോളുന്നില്ല. നിന്നെ പച്ച മുഴുവൻ പറിച്ച് തിന്നോണ്ട് കിടക്കുന്നു. കണ്ണ് അപ്പൊ രന്ന് കേട്ടോ. വാവ്, സൂപ്പറാടാ. നമ്മര് പറഞ്ഞപ്പോ ഇത്രയും നല്ലൊരു മോളിക്കാന്ന് ഞാൻ വിചാരിച്ചു. പുള്ളിക്കാരൻ പറഞ്ഞായിരുന്നു നമ്മളോട്, പിന്നെ എന്താ വൈറലായ മനുഷ്യൻ, കഴിഞ്ഞ വീഡിയോയിലൂടെ വൈറലായ മനുഷ്യൻ ദിവസനാണ് അതാണ്ട് തന്നെ പറിച്ച് പറഞ്ഞിട്ട് ഓടുവാണ് ഇത്. അതെ, ലൈവ് പോകുന്നുണ്ട്. അതറിഞ്ഞില്ലായിരുന്നു. ഫേസ്ബുക്കിൽ ലൈവാ. ഞാൻ പർപ്പസ്ഫുള്ളി റീച്ച് കിട്ടാൻ പറഞ്ഞത്. എന്തുകൊണ്ടത് മധുരം കുറച്ച് പച്ചപ്പുള്ളത് ഇങ്ങനെയുള്ളതിനാണ് മധുരം. എന്നൊക്കെ പറഞ്ഞാലുണ്ടല്ലോ, സംഭവം അടിപൊളിയായിരുന്നു. കാലാവസ്ഥ ഞങ്ങൾക്ക് അനുകൂലമായി വന്നിരിക്കുന്നു. അതായത് മഴയൊക്കെ ഒന്ന് മാറി, കുഴപ്പമില്ല, അത്യാവശ്യം നല്ല വെയിലൊക്കെ ഉണ്ട്. ഇപ്പം ഒന്ന് ചെറുതായി മഴ പെയ്തു പോകുന്നേ ഉള്ളൂ, വലിയ മഴയൊന്നും പെയ്തില്ല. എങ്കിലും സംഭവം ക്ലാസ്സാണിപ്പം. ഓക്കെ, ഞങ്ങളെല്ലാവരും എൻജോയ് ചെയ്യുന്നു. പിള്ളേരൊക്കെ ഒരുപാട് സന്തോഷം. പിള്ളേർക്കൊക്കെ ഇതൊക്കെ പറിക്കാൻ കിട്ടിയ ഒരു സന്തോഷം അത് വേറെ. എന്നൊക്കെ പറഞ്ഞാലും നല്ല മധുരമുള്ള സ്ട്രോബെറി തന്നെയാണ്. കുറച്ച് പച്ചക്ക് തന്നെയാണ്, അവർ നേരത്തെ പറഞ്ഞ പോലെ മധുരമുണ്ട്. കുറച്ച് പച്ച ചേർത്ത് കഴിക്കുകയാണെങ്കിൽ കുറച്ച് നല്ല മധുരമുണ്ട്. അത് ഞങ്ങൾ പിന്നീടാണ് മനസ്സിലാക്കിയത്. ഭയങ്കര ഗ്രൂപ്പ് ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്ട്രോബെറി വെച്ച് എന്ത് ചെയ്യണം, കേക്ക് ഉണ്ടാക്കിയാലോ ജ്യൂസ് അടിച്ചാലോ, അങ്ങനെയൊക്കെയുള്ള സംസാരങ്ങളാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ കേക്ക് ഉണ്ടാക്കുന്നുണ്ട്, കേക്ക് ഉണ്ടാക്കി എല്ലാവർക്കും തരാമെന്നൊക്കെ പറയുന്നത്, ഇതൊക്കെ കിട്ടിയാൽ മതിയായിരുന്നു ദൈവമേ. എന്തൊക്കെയോ ആട്ടെ, സംഭവം കൊള്ളായിരുന്നു. ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. നല്ല ഫ്രഷായിട്ടുള്ള സ്ട്രോബെറി കിട്ടുമ്പം അതൊരു സുഖം തന്നെയാണ്. എനിക്ക് പണ്ട് സ്ട്രോബെറി വലിയ ഇഷ്ടമൊന്നും അല്ലായിരുന്നു. പിന്നീട് UK വന്നിങ്ങനെ നമ്മളൊരു 2-3-5 പ്രാവശ്യം ഇങ്ങനെ കഴിച്ച് ഇപ്പോൾ ഇഷ്ടപ്പെട്ട് തുടങ്ങി. സ്ട്രോബെറി കൊള്ളാം, നല്ലതാണ്. ഫുള്ള് കോമഡി ആയിരുന്നു. അതെ, 4 സ്ട്രോബെറി പറിക്കാൻ വന്നേ. പക്ഷേ ഉണ്ടല്ലോ, വയറ് നിറച്ച് സ്ട്രോബെറി ആക്കിയിട്ട് എല്ലാവരും നിൽക്കുന്നത്. ഒരു രക്ഷയില്ല കേട്ടോ. അടിപൊളി ഫാമാണ്. ഞങ്ങളുടെ തൊട്ടടുത്തായതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും വരാൻ പറ്റിയെന്ന്. അല്ലെങ്കിൽ കുറച്ച് പച്ചയുള്ളതിനാണ് കുറച്ചുകൂടെ മധുരമുള്ളതെന്ന് തോന്നുന്നു. ഉണ്ടോ, പച്ച തിന്ന് നോക്കുന്നുണ്ടോ? ടേസ്റ്റ് പുള്ളിക്കാരൻ ഭയങ്കര ഇതാട്ടോ, ടേസ്റ്റ് ചെയ്ത് നോക്കി സംഭവം കണ്ടുപിടിക്കാൻ എടുക്കണ. അതെ, കൊള്ളാല്ലേ റോസിനെ? സംഭവം എങ്ങനെ ഉണ്ട്? ഫിറോസിക്ക് പറയുന്നല്ലേ അല്ലേ? നമ്മുടെ ഫിറോസ് ചുട്ടിപ്പാറയില്ല യൂട്യൂബ് ചാനൽ, പുള്ളിക്കാരൻ പറയുന്ന പോലെ. സംഭവം കൊള്ളാം. സംഭവം ഇങ്ങനെയൊക്കെ ആണെങ്കിലുണ്ടല്ലോ, സമയം പോയി അറിഞ്ഞില്ല. പിന്നെ ഞങ്ങൾ ഒന്നും നോക്കില്ല. സമയം ഏതാണ്ട് 1:30 ആയതുകൊണ്ട് ഞങ്ങൾ തിരിച്ചേക്കാം എന്ന് വിചാരിച്ച് പതിയെ അവിടെ നിന്ന് ഇറങ്ങി മുന്നോട്ട് വന്നപ്പോഴാണ് കാണുന്നത് ഈ വൈൽഡ് പ്ലംസ്. അത് സംഭവം സെറ്റപ്പാട്ടോ. അവിടെ ഒരു മരമുണ്ട്, അതിൻ്റെ അത്യാവശ്യം നല്ല കായൊക്കെ ഉണ്ട്. അപ്പം അതിൻ്റെ ചുവട്ടിൽ എഴുതി വെച്ചിട്ടുണ്ട്, മരത്തെ പിടിച്ച് കുലുക്ക്, പഴുത്തത് താഴെ വീഴും, പിറക്കി തിന്നാം എന്നൊക്കെ പറഞ്ഞ് അവർ എഴുതി വെച്ചിട്ടുണ്ട്. ഞങ്ങൾ കുലുക്കാനും പിടിക്കാനും നിന്നില്ല. സമയം ഇത് കുഴപ്പമില്ല കേട്ടോ, നല്ല പുളിയുണ്ട്. പച്ചക്കല്ല, ഈ മഞ്ഞ കളറിൽ കാണുന്ന സാധനം നമ്മൾ പറിച്ചാലും പുളിയുണ്ട്. സംഭവം കൊള്ളാം. അത്ര വലിയ രസമില്ല, എന്നാലും ഓക്കെയാണ്. ഞങ്ങളവിടെ നിന്ന് അത് പറിക്കാനൊന്നും നിന്നില്ല. ഞാനിത് ടേസ്റ്റ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് നീങ്ങുമ്പോൾ നമ്മുടെ ഈ വലത്ത് സൈഡിൽ കാണാൻ നമുക്ക് എന്താ പറയുക, പാർലിയാണോ ഗോതമ്പാണോ എന്താണോ സംഭവം അടിപൊളി. എന്നാണേലും അതൊരു വലിയ പാഠം തന്നെയാണ്. ഈ കാണുന്ന സംഭവമില്ലേ, ഇതാണ് ബ്ലാക്ക് കറണ്ട്. ഈ കുറ്റിച്ചെടി പോലുള്ളത് അതൊരു കറണ്ട് തന്നെയായിപ്പോയി. ഒന്ന് കുറച്ച് വായി വെച്ചത് മാത്രമേ ഉള്ളൂ, കറണ്ട് അടിച്ച പോലെ ആയിപ്പോയി. എനിക്കിഷ്ടപ്പെട്ടില്ല സംഭവം. പലർക്കും ഇഷ്ടമാണ് കേട്ടോ. ഇത് നമ്മുടെ ബ്രോഡ് ബീൻസ് എന്നറിയപ്പെടുന്ന ഒരു തരം ബീൻസാണ്.
ഞാൻ അങ്ങനെ അധികം കാര്യമായി കഴിച്ചിട്ടില്ല. പല ഡിഷസിൻ്റെയും കൂടെ ഇടയ്ക്ക് ഒന്നും രണ്ടൊക്കെ ഇങ്ങനെ കഴിച്ചിട്ടുണ്ടെന്നല്ലാതെ അതിനെക്കുറിച്ച് കാര്യമായ അറിവില്ലാത്തതുകൊണ്ട് നമ്മളവിടെ നിന്ന് വിട്ടു. അതിനെക്കുറിച്ച് ഞങ്ങളുടെ കൂടെയുള്ള ആർക്കും വലിയ ധാരണയൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അധികം നേരം അവിടെ നിന്ന് സമയം കളഞ്ഞില്ല. ഞങ്ങൾ അവിടെ നിന്ന് സ്ഥലം കാലിയാക്കി. സംഭവം ഇഷ്ടം പോലെ ഉണ്ടായിക്കിടപ്പുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നപ്പോൾ ഇതിൽ കൂടുതൽ കായ ഉണ്ടായിരുന്നു. ഈ വർഷം മഴയൊക്കെ ഉള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നു അധികം കായില്ല. എനിവേ സംഭവം പൊളി. ഞങ്ങളിങ്ങനെ മുന്നോട്ട് നീങ്ങിയപ്പോൾ കണ്ടൊരു പാടമാണിത്. ബാർലിയാണോ അതോ ഗോതമ്പാണോ എന്ന് ഞങ്ങൾക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. സംഭവം കണ്ടിട്ട് ഗോതമ്പാണെന്ന് തോന്നുന്നു. എങ്കിലും അടിപൊളിയാണ് കാണാൻ. നമ്മുടെ നാട്ടിലെ നെൽപ്പാടമൊക്കെ വിളഞ്ഞു നിൽക്കുന്ന ഒരു സമയമില്ല, ആ ഒരു കാഴ്ച കാണുന്ന അതേ ഒരു ഫീൽ. പക്ഷെ ഒരു കണ്ടത്തിൽ വളരുന്ന ഒരു കൃഷിയല്ല ഇത്. അതുകൊണ്ട് തന്നെ ആ ഒരു ഫീല് അത്രക്കില്ലെങ്കിലും സംഭവം കൊള്ളാം. വിളഞ്ഞു നിൽക്കുന്ന ഒരു സീസൺ ആ ഒരു സമയമൊക്കെ ആയതുകൊണ്ട് കാണുമ്പോൾ ഒരു ചന്തമൊക്കെ തന്നെ ഉണ്ട്. എനിക്കിഷ്ടപ്പെട്ടു, ഒരുപാട് ഇഷ്ടമായി സംഭവം. കുറച്ചൊന്നും അല്ല കേട്ടോ കൃഷി ചെയ്തേക്കുന്നത്. വളരെ വലിയൊരു സ്ഥലത്താണ് അത് കൃഷി ചെയ്തിരിക്കുന്നത്. ഈ കാണുന്ന സ്ഥലം മാത്രമല്ല, അതിനപ്പുറത്ത് കാണുന്നൊരു ചെറിയൊരു കുന്നിൻ ചെരുവ് മൊത്തം അവരിത് തന്നെയാണ് കൃഷി ചെയ്തിരിക്കുന്നത്. എന്നതാ പറയുക, നമ്മൾ കുട്ടനാട് ചെന്നതോ അല്ലെങ്കിൽ പാലക്കാട് നമ്മുടെ ഈ നെൽപ്പാടത്തിലൊക്കെ ചെന്നൊരു ഫീല്, അതിങ്ങനെ വിളഞ്ഞു നിൽക്കുന്ന ആ ഒരു സമയത്ത് നമ്മളിങ്ങനെ പോകുമ്പം കാണുന്ന അതേപോലെയുള്ള തന്നെ ഒരു സെറ്റപ്പായിരുന്നു സംഭവം. എനിക്ക് ഒരുപാട് ഇഷ്ടമായി കേട്ടോ. ആ ഒരു കാഴ്ച കാണാൻ നല്ല രസമാണ്. നല്ല കിളികളുടെയൊക്കെ ശബ്ദമൊക്കെ നമുക്ക് കേൾക്കാം. സംഭവം കൊള്ളായിരുന്നു, അടിപൊളി. എന്തായാലും സമയം പോയത് അറിഞ്ഞില്ല. ഞങ്ങൾ വീണ്ടും പതിയെ മുന്നോട്ട് നടന്നു നീങ്ങി. പിന്നെ വേറൊരു കാര്യം എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ നല്ലൊരു അടുക്കും ചിട്ടയോടുകൂടിയാണ് കൃഷി ചെയ്തിരിക്കുന്നത്. കാരണം വേറൊന്നുമല്ല, മെഷീനിലാണ് ഇവിടെ 90% കൃഷിയുടെ പരിപാടി നടത്തുന്നത്. ഈ നിൽക്കുന്നതൊക്കെ ഫ്രൂട്ട്സിൻ്റെ ഓരോ ചെടികളാണ്. ഇത് സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗൂസ്ബെറി ഇല്ലേ, നമ്മുടെ നാട്ടിൽ കാണുന്ന നെല്ലിക്കല്ല കേട്ടോ. ഏതാണ്ട് ഗൂസ്ബെറി എന്ന് പറയുന്നത് വേറെ ഒരു സോഫ്റ്റായിട്ടുള്ളൊരു ഫ്രൂട്ടാണ്. അതിൻ്റെ ഒരു ചെടിയാണ്. ഈ വർഷം അധികം ചെടിയൊന്നും കിട്ടിയില്ല, അതുകൊണ്ട് കിടക്കുന്നു. സ്ട്രോബെറി താഴെ പോയി. എന്തായാലും ഇതിലേക്ക് നടന്ന് ഞാൻ തപ്പിപ്പറക്കി കുറച്ച് ഗൂസ്ബെറിയൊക്കെ പറിച്ച് ഞാൻ തിന്നു. നല്ല പുളിയുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കുറച്ച് പുളിയൊക്കെ ഉള്ള ഈ ഫ്രൂട്ട്സൊക്കെ ഇഷ്ടമാണ്. എന്തായാലും സമയം കളയാതെ ഞങ്ങൾ തിരിച്ചു പോകാനുള്ള പരിപാടിയാണ്. അങ്ങനെ ഞങ്ങൾ ഇതാണ്ട് മുന്നോട്ട് നടന്ന്, ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ഷെഡ്. ഞങ്ങളുടെ കൂടെ വന്ന ബാക്കി എല്ലാവരും അവിടെ, അതായത് ഞങ്ങളുടെ പിള്ളേരും ഞങ്ങളുടെ എല്ലാവരുടെയും ഭാര്യമാരും അവിടെ ഇരിപ്പുണ്ട്. ഞങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുവാണ്. എൻ്റെ പൊന്നെ, അവർ വെയിറ്റ് ചെയ്യുമല്ല, അവരോട് ഇരുന്ന് ആരുടെയൊക്കെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. 4 സ്ത്രീകൾ ചേർന്ന് കഴിഞ്ഞാൽ അവിടെ പരിദോഷണം ഉണ്ടാവുമല്ലോ, എന്തെങ്കിലും ആട്ടെ. എനിവേ, താങ്ക് യു ഫോർ വാച്ചിങ് മീ ടുഡേ. ഐ എം സെബാസ്റ്റ്യൻ സൈനിങ് ഓഫ്. കുറേ പേര് എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അവർക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. നിങ്ങളെല്ലാവരും മറക്കാതെ വീഡിയോ കണ്ടു കഴിയുമ്പോൾ ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു. ബൈ. See you guys in next video. Bye bye.